ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. 10 വർഷം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ വളയം തിരിച്ചു. ഉമ്മർ ഇനി 5 വർഷം പഞ്ചായത്ത് ഭരണത്തിന്റെ വളയം പിടിക്കും. താൽക്കാലിക ഡ്രൈവറിൽ നിന്ന് ജനപ്രതിനിധിയായി ബോർഡിലെത്തിയ ഉമ്മർ മുണ്ടയിലിന്റെ വിശേഷം കാണാം. മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മർ മുണ്ടയിൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് പത്ത് വർഷം മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിന്റെ വളയം തിരിച്ച ഉമ്മർ ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇനി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന്റെ വളയം കൂടി തിരിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഉമ്മറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോ ഒരു അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ എന്ന പദവിയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വളയം തിരിക്കാൻ പോവുകയാണ്. എന്താണ് തോന്നുന്നത്? വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 9-10 വർഷത്തിന്റെ ടൈമിൽ 2 വർഷത്തിനൊപ്പം പഞ്ചായത്ത് ഡ്രൈവറായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പൊതുരംഗത്തുള്ള അതിന്റെ താല്പര്യം തന്നെയാണ് ഞാൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് പാർട്ടിയെ നിയോഗിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തം നിറവേറ്റി വാർഡ് മത്സരിച്ചു. ജനങ്ങൾ അംഗീകാരം നൽകി. ഒരു 2005 ശേഷം CPM മാത്രം ജയിച്ചു വരുന്നൊരു വാർഡിൽ പാർട്ടി നിയോഗിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ച് 204 വോട്ടിന് ഒരു വർഷം ജയിച്ചു. മെമ്പറായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോ ഈ മെമ്പർമാരെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരെയൊക്കെ കൊണ്ടിങ്ങനെ നടക്കുമ്പോ ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ ഈ ഒരു ഭരണഘടനാ പദവിയിലേക്ക് വരുന്നു? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു പാർലമെന്റ് രാഷ്ട്രീയത്തോട് താല്പര്യം ഇത്രകാലം ഉണ്ടായിട്ടില്ല. പൊതുരംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിലൊക്കെ നാട്ടിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരു മെമ്പറായി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഞാൻ സ്വപ്നത്തിൽ കരുതാത്തൊരു സാഹചര്യത്തിലാണ് മത്സരിക്കേണ്ടി വന്നത്. അത് പാർട്ടി മുന്നണിയും എന്നെ ഒരു വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി വന്ന ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതായത് അവരെ സുരക്ഷിതമായി കൊണ്ടു നടക്കുക എന്നുള്ളത്. അതായത് പ്രസിഡന്റിനെ രാവിലെ കൊണ്ടുവരുന്നു, വൈകിട്ട് വീട്ടിലേക്ക് വിവിധ പരിപാടികൾ കൊണ്ടു നടക്കുന്നു, മലപ്പുറത്ത് അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോ ഇനി അതേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് പഞ്ചായത്തിൽ എത്തിക്കുന്നത്. തീർച്ചയായും ജനങ്ങളെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്ക് തുയരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ ഞാൻ. കാരണം വെച്ചാല് നമുക്കറിയാലോ, ഒരു വാർഡ് മെമ്പർ വെച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ന് സർക്കാരുകൾ നൽകുന്ന ഫണ്ട്, പഞ്ചായത്ത് നൽകുന്ന വീതം തന്നെ വളരെ ചുരുക്കമാണ്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പഞ്ചായത്തിന് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റാം. അപ്പൊ ജനങ്ങളുടെ ആവശ്യം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, അതുപോലെ തന്നെ വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് എന്റെ വാർഡ് ഒരു കാർഷിക മേഖല, അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഏറ്റവും കൂടുതൽ വാർഡാണ്. അപ്പൊ അവർക്ക് വലിയ പ്രതീക്ഷയിലാണ് ഈ എന്നെ കാണുന്നത്. ഞാൻ കൃത്യമായിട്ട് പഞ്ചായത്തിലെ ഇത്ര 10 വർഷത്തിന്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അത് പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ വാഹനം ഓടിച്ച് ഉത്തരവാദിത്തമുള്ള കൈകാര്യം ചെയ്യുക, അതിന്റെ അപ്പുറത്താണ് ഒരു ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നോക്കിക്കാണുന്നത്. അതിനൊപ്പം ഉയരാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. 5 വർഷം ജനപ്രതിനിധിയാവാണ് അല്ലെ? ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അപ്പോ മൂത്തേടം ഗ്രാമപഞ്ചായത്തില് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്നാണ് ആ കോട്ട പൊളിച്ചടക്കിക്കൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും കോൺഗ്രസിന്റെ പ്രതിനിധിയായി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ബോർഡിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. 10 വർഷമായി ഏറ്റെടുത്ത വലിയൊരു ഉത്തരവാദിത്തം, അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് വീണ്ടും ഉമ്മർ മുണ്ടയിലിനെ തേടിയെത്തിയിട്ടുള്ളത്. അപ്പോ ഈ വരുന്ന 5 വർഷം ജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ ഈ ഒരു ജനപ്രതിനിധിക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസൂർ.